അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ടി വിയുടെ കുറച്ചുള്ള റിവ്യൂ ആണ്. അതായത് ഞാൻ അന്ന് ഇട്ട വീഡിയോ, അതായത് ഒരു ഒരു എന്തുവാ ഒരു ഫുൾ റിവ്യൂ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അവിടെ തൊട്ട് ഇവിടെ വരെ 2025 വരെ ഈ ടി വി യൂസ് ആക്കി ഇതിൻ്റെ എങ്ങനെ പോരായ്മയൊക്കെ എങ്ങനെ ഇത് നല്ല ടി വി ആണോ, ഈ 2025 ഇത് വാങ്ങണോ വേണ്ടേ, അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ ഈ ടി വി നിങ്ങൾക്ക് എവിടെ നിന്ന് വാങ്ങണം അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു വീഡിയോ. അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെയാണ് ഈ ഒരു ടി വിയുടെ ലുക്ക് ആൻഡ് ഡിസൈനിൽ ഈ ഒരു ടി വി അത്രയ്ക്കും കൊള്ളാം. പക്ഷേ എനിക്കിതിൻ്റെ ഈ ഒരു ഷേപ്പ് ഇഷ്ടപ്പെട്ടു. പറഞ്ഞാൽ അന്നത്തെ കാലത്ത് റേഡിയോ ഒക്കെ ഇല്ലേ, പണ്ടത്തെ കാലത്ത് ഇങ്ങനത്തെ റേഡിയോ ഇരിപ്പുണ്ട്, DVD ടൈപ്പ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിപ്പുണ്ട് ഏകദേശം. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇത്രയും വലിയ ബോക്സ്, ഇതിൻ്റെ അകത്ത് എന്താണെന്നറിയത്തില്ല, ഇത്രയും വലിയ ബോക്സ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൻ്റെയും ഭയങ്കര വെയിറ്റാണ്. ഓക്കെ, അതുകൊണ്ട് ഈ ടി വി ഇത്ര ഓവർ ലാർജായിട്ട് ഇരിക്കും. അതുകൊണ്ട് ഇപ്പോഴും ഈ ടി വി നിലനിൽക്കുന്നുണ്ടാണ് വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. 2 സ്പീക്കറുണ്ട്, ഈ സൈഡിലൊരു സിംഗിൾ സ്പീക്കർ, പിന്നെ ഇവിടെ ഒരു സബ്വൂഫർ സ്പീക്കർ, അങ്ങനെ ആയിരിക്കും കൊടുത്തേക്കുന്നത്. നല്ല വലിയ വലിയ ഹോൾസ് ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് വലിയ പ്രത്യേകത. ഇവിടെയും അങ്ങനെയാണ്. ടോട്ടൽ 2 നോർമൽ സ്പീക്കർ, 2 സബ്വൂഫർ സ്പീക്കറുമാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ, പിന്നെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഇവിടെ വരെ ഒന്നും ഇല്ല, ഒരു നടുക്ക് ഇത്രേ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഒരു 30 ഇഞ്ച് കാണും എൻ്റെ സ്ക്രീന്. ഓക്കെ, അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ പറഞ്ഞുതരാം. LG ആണ് ടി വിൻ്റെ പല ബ്രാൻഡിങ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ കണ്ണാടി നമുക്ക് ഓക്കെ. ഇപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഗ്ലാസ് ഇല്ലേ ടി വിയുടെ, അന്നത്തെ കാലത്ത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഗ്ലാസ് ആയിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഭയങ്കര ഇങ്ങനെ അടിക്കുമ്പോൾ മറ്റേ ഈ ഒരു സൗണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു സൗണ്ടാണ് ഇപ്പോഴത്തെ ടി വിയുടെ ഗ്ലാസ്സിൽ. ഓക്കെ, അതാണ് പ്രത്യേകത. ഓക്കെ, പിന്നെ ഇവിടെ ഓൺ ഓഫിൻ്റെ ബട്ടൺ കാണാം. ടി വി ഓൺ ആകുമ്പോൾ ഈ ഒരു ലൈറ്റ് കത്തും. പിന്നെ ഇത് റീസെറ്റ് ബട്ടൺ, അതായത് ടി വിയുടെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ചെറിയ കംപ്ലയിൻറ്റ്സ് വരുമ്പോൾ ഈ ഒരു റീസെറ്റ് ബട്ടൺ ഞെക്കിയാൽ മതി. മെനു ഓക്കെ, വോളിയം നിങ്ങൾക്ക് റിമോട്ട് ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം. PR എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതായത് ടി വിയുടെ ബ്രൈറ്റ്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്കിവിടെ ചെയ്യാവുന്നതാണ് വലിയ ഒരു ഇത്. പിന്നെ ഇങ്ങനെ സ്റ്റാൻഡൊന്നും വേണ്ട, ഇവിടെ ഒരു സ്റ്റാൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് LGയുടെ ഫ്ലാട്രോൺ പ്ലസ് എന്ന് പറഞ്ഞൊരു അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുമ്പോൾ ഈ ഒരു ഡിസ്പ്ലേ നിങ്ങൾക്ക് ഓക്കെ ആയെങ്കിൽ മാത്രം ഈ ടി വി എടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനേ പാടില്ല. പറഞ്ഞാൽ ഈ ഒരു ടി വി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ടി വി എന്ന് പറയുന്ന ഈ കാലത്ത് നമുക്ക് ഇതിന് വാല്യൂ ഒന്നും ഇല്ലാത്ത ടൈപ്പ് ടി വി ആണ്. അതുകൊണ്ട് ഈ ഒരു സ്ക്രീൻ പിടിക്കുന്നെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ടി വി നിങ്ങൾ എടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു കാരണവശാൽ എടുക്കുകയും ചെയ്യരുത്. ഇനി വാങ്ങിക്കുന്ന ഇത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ടി വി എവിടെ നിന്ന് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടി വി നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവത്തേ ഉള്ളൂ. പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തൊന്നും ഈ ടി വി വർത്തിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാൻഡ് ഷോറൂമിൽ പോവുക, അവിടെ ഒരു സെക്കൻഡ് ഹാൻഡ് ടി വി ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഒബ്വിയസ്ലി ഈ ഒരു ടി വി ആയിരിക്കും അവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടി വി കാണുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടി വി തന്നെ നിങ്ങൾ എടുക്കുന്നതായിരിക്കും എൻ്റെ നല്ല. അതായത് അന്നത്തെ കാലത്തുള്ള ഇന്നത്തെ കാലത്ത്, അതായത് 2025 മുകളിൽ സമയത്ത് ഈ ഒരു ടി വിയാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്കിത് പൊക്കിക്കൊണ്ട് വരാനുള്ള സ്റ്റാൻഡ്സൊക്കെ കറക്റ്റായിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് വലിയ പ്രത്യേകത. ഇവിടെ ഒരു നേവി സ്റ്റീലുമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ സെറ്റപ്പ് ബോക്സ് വേണ്ടി വരും. അതിവിടെ സെറ്റപ്പ് ബോക്സ് വേണ്ടി വരും കണ്ടോ. ഇവിടെ തന്നെ നമ്മൾ വയറ് വലിച്ച് നമുക്ക് സെറ്റപ്പ് ബോക്സിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൽ ആൻഡ്രോയിഡ് വർക്ക് ആവത്തില്ല. അതിന് നിങ്ങൾ
എന്തുവാ ഇങ്ങനത്തെ ടി വി അല്ലാതെ സ്മാർട്ട് ടി വിയിലേക്ക് നോക്കേണ്ടി വരും. ഇതാണ് എൻ്റെ റിമോട്ടാണ്. ഞാൻ റിമോട്ട് കാണിച്ചില്ല ഗൈസ്. ഓക്കെ, ഇതാണ് എൻ്റെ റിമോട്ട്. സെക്കൻഡ് ഹാൻഡ് ആണ് ഞാനിത് വാങ്ങിച്ചത്, അതുകൊണ്ട് തന്നെ പവർ ബട്ടൺ ഇല്ല. ഇതാണ് എൻ്റെ റിമോട്ട്. ഓക്കെ, നല്ല റിമോട്ടാണ്. നമുക്ക് ഒന്ന് പറയാം. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഇതെന്താ, ഈ ഒരു ഇത്ര വലിയ തട്ട്, അതായത് ഇതിൻ്റെ മുകളിൽ എല്ലാ സാധനങ്ങളും വെക്കാം. ഞാനിവിടെ ഗ്ലോബ് വെച്ചിട്ടുണ്ട്, റോൾസ് റോയ്സ് വെച്ചിട്ടുണ്ട്, ബുഗാട്ടി വെച്ചിട്ടുണ്ട്, പിന്നെ R15 ബൈക്ക്, ഇങ്ങനത്തെ കുറേ ഇഷ്ടമുള്ള ഡെക്കോറേറ്റ് ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ നിരത്തി വെക്കാവുന്നതാണ് കേട്ടോ. അതായത് നിങ്ങൾക്കൊരു ടേബിളായിട്ട് ഉപയോഗിക്കാം. ടേബിളല്ല, ഈ ചെറിയ ചെറിയ നോട്ട്സൊക്കെ അല്ല. ഞാൻ എന്തുവാ സാധനം വാങ്ങിക്കാനുള്ള ബില്ലൊക്കെ, ഇല്ലെങ്കിൽ എന്തൊക്കെ സാധനം വാങ്ങണോ, ഈ അത്യാവശ്യം ചുമ്മാ ഇല്ലെങ്കിൽ എഴുതുമ്പോൾ ഞാൻ പേപ്പർ ഇതിൻ്റെ മുകളിൽ വെച്ചാണ് എഴുതാറ്. അതൊരു വലിയൊരു ഇതിൻ്റെ മുകളിൽ വശം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ടി വിയുടെ രീതി. ടി വി എല്ലാ സൈഡും നല്ല പെർഫെക്റ്റ് തന്നെയാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ്, ദിസ് ഈസ് വിജയ് സൈനിങ്.